എക്സിറ്റ് പോളുകളെല്ലാം യു ഡി എഫിന് അനുകൂലമാണ്. ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, യു ഡി എഫ് അധികാരത്തിൽ വരും. ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് എല്ലാ എക്സിറ്റ് പോളുകളും. എത്ര സീറ്റ് എന്ന് കൃത്യമായി വോട്ടെണ്ണി കഴിഞ്ഞല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ 100 സീറ്റ് വരെ ഈ വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യു ഡി എഫ് പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. യു ഡി എഫ് തരംഗമില്ലാതെ എങ്ങനെയാണ് യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണി അധികാരത്തിൽ വരുന്നത്? തരംഗമല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് വരുന്നത്? ജനങ്ങൾ മുഴുവനും ഈ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായി വോട്ട് ചെയ്തുകൊണ്ടല്ലേ യു ഡി എഫ് അധികാരത്തിൽ വരുന്നത്. തരംഗമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അവസാനിക്കുന്ന സമയത്ത് തരംഗം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. അല്ല, അത് എം വി ഗോവിന്ദൻ മാഷയ്ക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ പത്രത്തിൽ വാർത്ത വന്നത് 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് എൽ ഡി എഫ് പന്തലിടാൻ തീരുമാനിച്ചു. ഏതായാലും ആ പന്തലിൽ യു ഡി എഫിന്റെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായല്ലോ. ഗോവിന്ദൻ മാഷ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. പിണറായി വിജയൻ വിശ്വസിക്കുന്നതും അതാണ്. അവരധികാരത്തിൽ മടങ്ങി വരും. അതില്ല എന്നുള്ളത് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ചർച്ചയേ ഇല്ല. അത് ചർച്ച നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. 10-25 ദിവസം കിട്ടിയപ്പോൾ നിങ്ങൾക്കത് ഒരു സുവർണ അവസരമാക്കി നിങ്ങൾ മാറ്റി. എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചർച്ച ചെയ്യേണ്ടതാരാ? ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിയും പാർട്ടിയുമാണ് ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മന്ത്രിമാരെന്ന് അപ്പോഴല്ലേ ചർച്ച ചെയ്യേണ്ടത്. ആ സമയത്ത് ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. അതൊക്കെ ലീഗുകാരോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെല്ലാം വിശ്വസിച്ച് പ്രതികരിക്കാൻ പോകുന്ന ആളുകളാണ് വിഡ്ഢികളായിത്തീരുന്നത്. അത്തരമൊരു പ്രതികരണത്തിന് ഞാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.